അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ പോലെ തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് സാഗിങ് ഒക്കെ കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല ഫേസായിട്ട് ഇരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്ക് കൂടിയാണ് ഈ പാക്ക് കേട്ടോ. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് 35-40 അടുക്കുന്നവരും പിന്നെ 40+ അങ്ങോട്ടുള്ളവരും ഉറപ്പായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പാക്കാണ്. ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെപ്പോഴും ടീനേജ് പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ ടാൻ മാറാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ ആൻറ്റിമാർക്കൊക്കെ ഒത്തിരി റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അതുപോലെ നമ്മുടെ വീട്ടിലെ അമ്മമാരും നമ്മളെ ആൻറ്റിമാരും ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, 40 വയസ്സും 50 വയസ്സും 60 വയസ്സൊക്കെ ആയവർ. അവർ പ്രോപ്പറായിട്ട് ചെയ്ത് വരേണ്ട കുറച്ച് രീതികളുണ്ട്. നമ്മൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ലൂസായി തുടങ്ങും. അതുകൊണ്ട് തന്നെ സ്കിന്ന് നന്നായി ലൂസായി തുടങ്ങുന്നതുകൊണ്ട് തന്നെ സാഗിങ്ങിലേക്ക് കടക്കോട്ട്. പിന്നെ ശരിക്കും റിങ്കിൾസ് ഫ്രെക്കിൾസ് ഒക്കെ വരും. മോയ്സ്ചർ ഭയങ്കര അധികം കുറവായിരിക്കും. ഡ്രൈനെസ് കൂടി വരാനൊക്കെ ചാൻസ് കൂടുതലാണ് 40 വയസ്സിന് ശേഷം. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചുളിവുകളും റിങ്കിൾസും ഫ്രെക്കിൾസും ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര അധികം എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. എല്ലാ ദിവസവും നിങ്ങൾ ആഴ്ചയിൽ മാക്സിമം ഒരു 4-5 ദിവസങ്ങളിൽ ഇത് ചെയ്യാൻ വേണം കേട്ടോ. പതിയെ നമ്മുടെ ആ ഒരു ലൂസ് സാഗിങ് ഒക്കെ മാറിയിട്ട് ഒന്ന് ടൈറ്റ് ആവാൻ തുടങ്ങും കേട്ടോ. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് 1 മന്ത് കൊണ്ട് തന്നെ ഈ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ പഴയ ഒരു ടെക്സ്ചർ എന്താണോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഒരു പാക്കാണ്. നിങ്ങളെ വീട്ടിൽ എപ്പോഴും ഉള്ള ഐറ്റംസ് ഉപയോഗിച്ചാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. മുട്ടയുടെ വെള്ളം നമ്മുടെ സ്കിന്നിനെയൊക്കെ ലൂസിൽ നിന്ന് നല്ല ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയൊരു ഐറ്റമാണ്. അതിലേക്ക് നമ്മൾ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇതാ നമ്മുടെ പാക്ക് സെറ്റായി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മുട്ടയും കോൺഫ്ലവറും മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിലി നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന 2 സാധനങ്ങളാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇതിട്ടിട്ട് നമ്മൾ ഡ്രൈ ആവുന്ന സമയത്ത് ഒത്തിരി സംസാരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഏതെങ്കിലും പാക്കൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ചുളിവുകൾ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര അങ്ങ് ഡ്രൈ ആവുന്നതിന് മുമ്പ് ഏത് പാക്ക് ഇട്ടാലും വാഷ് ചെയ്യണം. അതുപോലെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ സംസാരിക്കുക ചെയ്യരുത്. പാക്ക് ഇട്ടിട്ട് നമ്മൾ ഒരുപാട് കിടന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. എഗ്ഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. നല്ലതാണ് ഈ എഗ്ഗ്. നമ്മൾ സ്കിന്നിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും നമ്മളെ ബോഡി ഫുൾ മൊത്തത്തിൽ നല്ല ഒരു സാധനമാണ് ഈ എഗ്ഗ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു 1 മന്ത് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നൊക്കെ സാഗ് ചെയ്യുന്ന സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് വലവലാന്ന് സംസാരിക്കുന്നില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഐറ്റം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ട് കാണാം.
ഇതാ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് അത്യാവശ്യം ബ്രൈറ്റനായി, ചെറുതായിട്ടൊന്ന് ബ്രൈറ്റനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ബ്രൈറ്റനിങ് അല്ല, നമ്മുടെ ഫേസ് ടൈറ്റൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മന്ത്ലി ചെയ്തു നോക്കൂ, നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര അധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കൂ. 40 കഴിഞ്ഞവർ മസ്റ്റായിട്ട് ഇത് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക, പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇത്. ഇത്രയും നിങ്ങൾ ചെയ്യുക, അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.